താനാനാനാനനേ, ലേ, 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 ലേ. താനാനേ, ഹായ്, ലേ, 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 ലേ. മക്കളെ മക്കളെ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? മിടുക്കന്മാരായിട്ട് സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ? എല്ലാവരും നല്ല കുട്ടികളല്ലേ? മക്കൾ ഇത് കാണുന്നുണ്ടോ? ഇവിടെ എന്താ ടീച്ചർ എഴുതി വെച്ചത്? നേരായിട്ടും നിങ്ങൾ നല്ല കുട്ടികളാ. നേരായിട്ടും നിങ്ങൾ നല്ല കുട്ടികളല്ലേ? ആണോ? ആണല്ലേ? എല്ലാവരും നല്ല കുട്ടികളാണ്, ടീച്ചർക്ക് അറിയാം. അപ്പൊ ടീച്ചർ ഇന്ന് ഒരു കഥ പറയാൻ പോവുകയാണ്. മക്കൾക്ക് എല്ലാവർക്കും അറിയാം, മക്കൾ കേട്ടിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കൃഷി മാഷ് എന്നൊരു പാഠം പഠിച്ചിട്ടില്ലായിരുന്നോ? ടോട്ടോച്ചാന്റെ കഥ. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് ആ ടോട്ടോച്ചാനെ പറ്റിയാണ്. അത് എന്തിനാ പറയുന്നതെന്നറിയോ? അത് ഞാൻ അവസാനം പറയാം. അപ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് 1ാം ക്ലാസ്സിലേക്ക് ഒന്ന് പോയേ. അതിപ്പോ എങ്ങനെ 1ാം ക്ലാസ്സിലേക്ക് പോവാ എന്നാണോ? നിങ്ങളുടെ ഓർമ്മകള് 1ാം ക്ലാസ്സില് ആദ്യമായിട്ട് സ്കൂളിൽ പോയ ആ ഒരു ദിവസത്തേക്കൊന്ന് പോയി നോക്കിയേ. 1ാം ക്ലാസ്സില് ആരുടെ? അച്ഛന്റെയും അമ്മയുടെയും അങ്ങനെ ആരെങ്കിലും ഒക്കെ കൈയൊക്കെ പിടിച്ച് സ്കൂളിലേക്ക് പുത്തൻ ഉടുപ്പുകളും അല്ലെ, പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ബാഗൊക്കെ ആയിട്ടല്ലേ നിങ്ങൾ പോയിട്ടുണ്ടാവുക അല്ലേ? അതുപോലെ നമ്മുടെ കഥാനായിക ആരാണ്? ടോട്ടോച്ചാൻ. കണ്ടോ? ഒരു വികൃതി കുട്ടിയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ. നിങ്ങൾ വികൃതിയാണോ? അത് കഥയുടെ അവസാനം നിങ്ങൾ തന്നെ പറയണം. സസ്പെൻസ്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ടോട്ടോച്ചാൻ എന്നൊരു വികൃതി കുട്ടിയുടെ കഥയാണ്. ടോട്ടോച്ചാൻ അമ്മയുടെ കൈയും പിടിച്ച് സ്കൂളിലേക്ക് എത്തി. 1ാം ക്ലാസ്സിലാണേ. അപ്പൊ പോകുന്ന വഴിയിൽ എന്താണ്? പലരെയും കാണുന്നുണ്ട്, പല കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടും അറിഞ്ഞും ആസ്വദിച്ചും എവിടെ എത്തുന്നു ടോട്ടോച്ചാൻ? 1ാം ക്ലാസ്സിൽ സ്കൂളിൽ എത്തുന്നു. അപ്പൊ അവിടെ എന്ത് കാണുന്നു? നല്ല അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? നല്ല ബലൂണുകളൊക്കെ തൂക്കിയിട്ടുണ്ടാവും. പിന്നെയോ നിറമുള്ള റിബണുകൾ, പുതിയ സുഹൃത്തുക്കൾ, പുതിയ അധ്യാപകർ, പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ടോട്ടോച്ചാൻ എത്തുകയാണ്. ടോട്ടോച്ചാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന കുട്ടിയാണ് ടോട്ടോച്ചാൻ. അമ്മയുടെ കൂടെയാണ് ടോട്ടോച്ചാൻ സ്കൂളിലെത്തിയത്. അപ്പൊ ക്ലാസ്സിലെത്തിയ സമയത്ത് എന്താണ്? അവിടെ കൂട്ടുകാരുണ്ട്, ടീച്ചറുണ്ട്, പുതിയൊരു അധ്യാപികയുണ്ട്, പിന്നെ പുസ്തകങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഡെസ്ക് എന്താണെന്നറിയില്ലേ? അറിയാലേ? നിങ്ങൾക്കുണ്ട്. അന്ന് ടോട്ടോച്ചാന്റെ സ്കൂളിലെ ഡെസ്കിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ അറിയോ? അടപ്പുള്ള, ഇങ്ങനെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരുതരം ഡെസ്ക് ആയിരുന്നേ. അപ്പൊ ടോട്ടോച്ചാന് ഇതിന്റെ ഉള്ളിൽ പുസ്തകം വെക്കാം, ബാഗ് വെക്കാം, അങ്ങനെ ഓരോന്നും ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. അപ്പൊ ടോട്ടോച്ചാൻ എന്ത് തോന്നിയെന്നറിയോ? ടീച്ചർ പുസ്തകമൊക്കെ എടുക്കാൻ പറയല്ലോ, നിങ്ങളുടെ ബാഗിൽ നിന്ന് പുസ്തകം എടുക്കൂ, പേന എടുക്കൂ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ടോട്ടോച്ചാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് തുറക്കുന്നു. അപ്പൊ തനിക്ക് വേണ്ട പുസ്തകം എടുക്കുന്നു. എടുത്തേ. അപ്പൊ ടീച്ചർ പറയുന്നു പേന വേണം അല്ലെങ്കിൽ പെൻസിൽ വേണം. അപ്പൊ ടോട്ടോച്ചാൻ എന്ത് ചെയ്യും? വീണ്ടും തുറക്കുന്നു, പെൻസിൽ എടുക്കുന്നു, അടയ്ക്കുന്നു. ഇത് തന്നെ പണി. എന്താ പണി? തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. അപ്പൊ എന്തുണ്ടാവും? ഒരു ശബ്ദം ഉണ്ടാവില്ലേ? ഫട്ടേ ഫട്ടേ അല്ലേ? തുറക്കുമ്പോ ഒരു ശബ്ദം, അടയ്ക്കുമ്പോ ഒരു ശബ്ദം, തുറക്കുമ്പോ ഒരു ശബ്ദം, അടയ്ക്കുമ്പോ ഒരു ശബ്ദം. അങ്ങനെ നല്ല കൗതുകകരമായിട്ട് ഒരു കാര്യമായിട്ട് ആർക്ക് തോന്നി? ടോട്ടോച്ചാന്. ഇത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? നമ്മളെ ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ടീച്ചർക്ക് മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ കുറച്ചൊരു പ്രയാസം അനുഭവപ്പെട്ടു. കുറച്ചല്ല, നല്ല പ്രയാസം അനുഭവപ്പെട്ടു അല്ലേ? ശബ്ദം ഉണ്ടാവുമ്പോ പിന്നെ ടോട്ടോച്ചാൻ വികൃതി കുട്ടിയാന്ന് നമ്മൾ പറഞ്ഞില്ലേ? ടോട്ടോച്ചാന്റെ മറ്റൊരു വികൃതി കേൾക്കണോ? നമ്മൾ തെരുവില് പാട്ടുകാരുണ്ടാവും. അവരവിടെ കൊട്ടും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ കൊട്ടിപ്പാടുന്നത് ടോട്ടോച്ചാൻ എവിടെ ഇരുന്ന് കാണുന്നു? നമ്മുടെ ക്ലാസ് മുറിയിൽ ഇരുന്ന്, അതിന്റെ ഉള്ളില് ജനാലയിൽ ഇരുന്നു കൊണ്ട് ടോട്ടോച്ചാൻ കാണുകയാണേ. അപ്പോ ടോട്ടോച്ചാൻ എന്ത് തോന്നാണ്? ടോട്ടോച്ചാൻ അവരെ അടുത്തേക്ക് വിളിച്ചാല് എനിക്ക് നന്നായിട്ട് ഈ പാട്ടൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റില്ലേ? അവരുടെ ആ ഒരു
പാട്ടും കളിയൊക്കെ എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റില്ലേ എന്ന് ടോട്ടോച്ചാന് തോന്നാണ് കേട്ടോ. അപ്പൊ ടോട്ടോച്ചാൻ ജനാലയ്ക്ക് അരികിൽ നിന്നുകൊണ്ട് ആസ്വദിച്ചപ്പോ ഇങ്ങോട്ട് വിളിക്കുകയാണ് തെരുവിലെ പാട്ടുകാരെയൊക്കെ. അയ്യോ, കഷ്ടായില്ലേ. അവിടെ ക്ലാസ് എടുക്കുന്ന ടീച്ചറുടെ അവസ്ഥ എന്താവും? ടീച്ചർ തുടക്കത്തിൽ ഒരു പാട്ട് പാടിയില്ലായിരുന്നോ? അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഈ തെരുവ് പാട്ടുകാര് കൊട്ടി പാടുകയാണ് കേട്ടോ, ക്ലാസിന്റെ അടുത്തുള്ള ജനലിന്റെ അടുത്ത് നിന്ന്. എന്താ കഥ? ടീച്ചർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ടീച്ചറാകെ സഹിക്കട്ടു കേട്ടോ ടോട്ടോച്ചാന്റെ. പക്ഷെ ടോട്ടോച്ചാൻ ഇത് വികൃതിയായിട്ടൊന്നും തോന്നുന്നില്ല. ടോട്ടോച്ചാന് നല്ല രസമായിട്ട് ഹരമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ടീച്ചർ നോക്കുമ്പോ ടോട്ടോച്ചാൻ ആരോടോ ഇങ്ങനെ കഥ പറയാണ്. നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ടീച്ചർ വിചാരിച്ച് ഇത് ആരോടാണ് ഇപ്പൊ ഈ കുട്ടി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ടീച്ചർ പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോ എന്താ സംഗതി? ക്ലാസിന്റെ തൊട്ടടുത്തൊരു മരം. ആ മരത്തില് കൂടുകൂട്ടിയ തുക്കണാംകുരുവിയുണ്ട്. ആ തുക്കണാംകുരുവിയോടാണ് ടോട്ടോച്ചാന്റെ വിശേഷം കുശലം ചോദിക്കലൊക്കെ. നിനക്ക് സുഖമാണോന്ന്. ടീച്ചർക്ക് ആകെ സഹിക്കട്ടെ. ഇത് ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് കേട്ടോ, പിന്നെയുണ്ട് ടോട്ടോച്ചാന്റെ കുസൃതി തരങ്ങള്. അപ്പൊ ടോട്ടോച്ചാൻ എന്ത് ചെയ്യുന്നു? ടോട്ടോച്ചാന്റെ അമ്മയെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയാണ് ടീച്ചർ പരാതി പറഞ്ഞിട്ട്. അപ്പൊ ടോട്ടോച്ചാന്റെ അമ്മ സ്കൂളിലേക്ക് വരുന്നു. എന്നിട്ട് ടോട്ടോച്ചാന്റെ അധ്യാപിക അമ്മയോട് പറയാണ്, നിങ്ങളുടെ മകളെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂലാന്ന്. നിങ്ങളുടെ മകളെ ഇനി സ്കൂളിൽ പഠിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന്. ടീച്ചർ പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർക്ക് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അല്ലെ ക്ലാസ്സില്. ടോട്ടോച്ചാന്റെ അമ്മ എന്ത് ചെയ്യുന്നു? ടോട്ടോച്ചാനെ വഴക്ക് പറഞ്ഞോ? ഇല്ല കേട്ടോ. നിങ്ങളുടെ അമ്മയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനാണെങ്കിലോ 1-ാം ക്ലാസ്സിൽ നിന്നാണ് പുറത്താക്കിയത്. ഇതറിഞ്ഞ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ വഴക്ക് പറയില്ലേ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നന്നായിട്ട് പഠിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നൊക്കെ ചോദിച്ച് നമ്മളോട് എന്ത് പറയും? വഴക്കിന് വരും അവര്. പക്ഷെ നമ്മുടെ ടോട്ടോച്ചാന്റെ അമ്മ എന്താ ചെയ്തേ? ടോട്ടോ, മോൾക്ക് പഠിക്കാൻ ഇതിലും നല്ലൊരു സ്കൂള് അമ്മ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ മുതൽ നമുക്ക് അവിടേക്ക് പോകാം. ഉള്ളിൽ പ്രയാസം ഉണ്ടെങ്കിലും അമ്മ അങ്ങനെയാണ് ടോട്ടോച്ചാനോട് പറഞ്ഞത്. നല്ല അമ്മ അല്ലേ? ടോട്ടോച്ചാന് സന്തോഷാവുക തന്നെയാണ് ചെയ്തത്. കാരണം ഇതിലും നല്ല സ്കൂളാണല്ലോ. ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ സ്കൂളിൽ എന്തായിരിക്കും അവസ്ഥ? ടോട്ടോച്ചാന് പ്രശ്നമൊന്നുമില്ല. ടോട്ടോച്ചാൻ പിറ്റേ ദിവസം എന്ത് ചെയ്തു? പുതിയ സ്കൂളിലേക്ക് എത്തുകയാണ്. എവിടെയാണ്? ടോമോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സ്കൂള് ടോമോ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് എത്തുന്നത്. അവിടെ ഒരു ട്രെയിന് പോലെ ക്ലാസ് മുറികള്, ട്രെയിനിന്റെ രൂപത്തിലുള്ള ഒരു സ്കൂളായിരുന്നു. ട്രെയിനിന്റെ ബോഗികൾ പോലെയായിരുന്നു അവിടുത്തെ ഓരോ ക്ലാസ് മുറികളും. നല്ല രസമായിരിക്കില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിൻ. അപ്പോ ടോട്ടോച്ചാന് കൂടുതൽ സന്തോഷമായി. വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്കൂളിലാണ് ടോട്ടോച്ചാൻ എത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? കൊബായാഷി മാഷ്. ആരാണ്? കൊബായാഷി മാഷ്. ആ സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു കേട്ടോ. ടോട്ടോച്ചാന്റെ കഥകളൊക്കെ ആര് കേട്ടിരിക്കും? കൊബായാഷി മാഷ് വളരെ 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 ക്ഷമയോടെ കേട്ടിരിക്കും. ഓരോ കാര്യങ്ങളും, മുൻപ് സ്കൂളിൽ നടന്ന കാര്യങ്ങളും അതുപോലെ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ടോട്ടോച്ചാൻ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഒരുപാട് നേരം കൊബായാഷി മാഷ് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോടെ വളരെ ഇഷ്ടത്തോടെ കേട്ടിരിക്കുന്ന ഒരാൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ ഒരു ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ കേൾക്കാനില്ലായ്മ എന്നൊരു വലിയ ഇല്ലായ്മ അവിടെ ഇല്ലാണ്ടാവുകയാണ്. കൊബായാഷി മാഷ് ടോട്ടോച്ചാനെ കേട്ടിരുന്നു. അപ്പോ പിറ്റേ ദിവസം മുതൽ സ്കൂളിൽ വരാൻ ടോട്ടോച്ചാന് വലിയ ഇഷ്ടമായി. ടോമോ സ്കൂളില് അവിടുത്തെ രീതികൾ, പഠന രീതികളൊക്കെ വ്യത്യസ്തമായിരുന്നു. ഇപ്പൊ മക്കൾക്ക് മലയാളം ക്ലാസ്സിൽ ഇപ്പൊ മലയാളം മാത്രല്ലേ സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കുട്ടിക്ക് തോന്നാണ്, എനിക്ക് ഇപ്പൊ മലയാളം അല്ല പഠിക്കേണ്ടത്, എനിക്ക് ഗണിതം, മാത്സ് ആണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കിപ്പോ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണം, സയൻസ് ആണ് പഠിക്കേണ്ടത് എന്ന് തോന്നുമ്പോ നമുക്ക് നടക്കുവോ? ഇല്ല അല്ലെ?
അവിടെ നമ്മൾ ആ പീരീഡ് നമ്മൾ എന്ത് പഠിക്കണം? ഏതാണോ വിഷയം അത് തന്നെ പഠിക്കണം. എന്നാൽ നമ്മുടെ ടോമോ സ്കൂളിൽ അങ്ങനെയല്ല കേട്ടോ. ഒരു കുട്ടിക്ക് ഗണിതം പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ കുട്ടിക്ക് ഗണിതം പഠിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. ഒരു കുട്ടിക്ക് ചിത്രം വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ ആ കുട്ടിക്ക് ചിത്രം വരയ്ക്കാനുള്ള അവസരവും അവിടെ ഒരുക്കിയിരുന്നു. അങ്ങനെ ഓരോന്നും ഏത് വിഷയമാണോ ആ കുട്ടിക്ക് പഠിക്കേണ്ടത് അതിനുള്ള ഒരു അവസരം ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ രീതികൾ, ഭക്ഷണ രീതി ആയിക്കോട്ടെ, പഠന രീതി ആയിക്കോട്ടെ വളരെ വ്യത്യസ്തമായിരുന്നു. അവിടുത്തെ കൊബായാഷി മാഷ് എന്താ ചെയ്യാന്നറിയോ? ഓരോ കുട്ടിയും ടോട്ടോച്ചാൻ അവിടെ എത്തിയപ്പോ വികൃതി നിർത്തിയിട്ടുണ്ടാവോ? ഇത്തരം കളികളൊക്കെ ഉണ്ടാവില്ല. പക്ഷെ ടോട്ടോച്ചാനോട് കൊബായാഷി മാഷ് പറയും, തോളിൽ തട്ടിക്കൊണ്ട് പറയും, ടോട്ടോ നേരായിട്ടു നീ നല്ല കുട്ടിയാ. അങ്ങനെ അവിടുത്തെ ഓരോ കുട്ടികളോടും ഈ അധ്യാപകൻ അങ്ങനെ പറയുമ്പോ നമ്മളോട് നമ്മൾ നല്ല കുട്ടിയാന്ന് പറയുമ്പോ സന്തോഷാവില്ലേ നമുക്ക്? അതേപോലെയാണ് അവിടുത്തെ ഓരോ കുട്ടികൾക്കും അനുഭവപ്പെട്ടത്. എന്നിട്ട് അവിടുത്തെ കുട്ടികളൊക്കെ എന്തായിട്ടുണ്ടാവും? നല്ല വ്യക്തിത്വമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല സ്നേഹമുള്ള മക്കളായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലെ? അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ടോട്ടോച്ചാൻ. ടോട്ടോച്ചാൻ എന്ന് പറയുന്നത് ഒരാളുടെ അനുഭവ കഥയാണ് കേട്ടോ. പല ഭാഷകളിലും അത് വന്നിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ അത് വന്നതുകൊണ്ടല്ലേ നമുക്കിത് അറിയാൻ പറ്റിയത് അല്ലേ? അതുപോലെ തെത്സുഗോ കുറയോ നഗി. അയ്യോ, പേര് കുറച്ച് കട്ടിയായി പോയി അല്ലേ? പഠിക്കേണ്ട മക്കള് അറിഞ്ഞിരുന്നാ മതി. തെത്സുഗോ കുറയോ നഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുട്ടിക്കാലമാണ് ഈ ടോട്ടോച്ചാനിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത്. അവരാരായി? ഈ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ആരായി മാറിയെന്ന് നിങ്ങൾക്കറിയോ? ജപ്പാനിലെ ചലച്ചിത്ര അഭിനേത്രിയായി, അതുപോലെ ജപ്പാനിലെ അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ പ്രതിഭയായി, യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസിഡറായി, വേൾഡ് വൈഡ് ഫണ്ടിന്റെ ഉപദേശകയായി, അതുപോലെ മറ്റുള്ളവരുടെ സഹായിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകയായി എന്ന് വേണ്ട അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ആദ്യത്തെ ജാപ്പാനീസ് താരങ്ങളിൽ ഒരാളായി മാറാൻ നമ്മുടെ ടോട്ടോച്ചാന് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പുസ്തകം ഒരുപാട് ആളുകൾ വായിച്ച പുസ്തകമാണ്, ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ്. അപ്പൊ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി കൂടിയായി ആര് മാറി? നമ്മുടെ ആ പഴയ 1ാം ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ടോട്ടോച്ചാൻ അല്ലേ? അപ്പോ മക്കളോട് ആരെങ്കിലും എന്ത് വികൃതിയാ നീ കളിക്കുന്നേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല കേട്ടോ. മക്കൾ എല്ലാവരും ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ നേരായിട്ടും നിങ്ങൾ നല്ല കുട്ടികളാ. നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് കളിക്കുന്ന ആ വികൃതിയും കുസൃതിയും ഒക്കെ വെറും ഒരു കുസൃതി മാത്രമായി മാറാം. അതുപോലെ ഇവിടെ പറയാനുള്ളത്, ഈ ഒരു പുസ്തകം ടോട്ടോച്ചാൻ അഥവാ ജനാലക്കരികിലെ വികൃതി പെൺകുട്ടി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിലെ പഠന വിഷയമാക്കിയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. ഇതുപോലെ ഒരു രക്ഷിതാവ്, ടോട്ടോച്ചാന്റെ അമ്മയെ പോലുള്ള ഒരു രക്ഷിതാവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ എന്താവും? നമ്മള് നല്ല കുട്ടിയാവും. അതുപോലെ ഇതുപോലൊരു അധ്യാപകൻ, കൊബയാഷി മാഷിനെ പോലെ ഒരു അധ്യാപകനും ടോമോ എന്ന് പറയുന്ന സ്കൂളിനെ പോലെ ഒരു സ്കൂളിലും നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ആരായി മാറും? മിടുക്കരായി മാറൂലേ? അതൊന്നുമില്ലെങ്കിലും നേരായിട്ടും നീ നല്ല കുട്ടിയായെന്ന് നമ്മളോട് പറയാൻ ഒരാളുണ്ടെങ്കിൽ നമ്മളെ വഴി തെറ്റില്ല. നമ്മള് മിടുക്കന്മാരും മിടുക്കികളായിട്ട് വളരാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോ ടീച്ചറുടെ ടോട്ടോച്ചാന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഇനിയുള്ള നമ്മുടെ സൈലം ലേണിംഗിന്റെ മലയാളം ക്ലാസ്സിൽ ഇത്തരം കഥകളുമായിട്ടും പാട്ടുകളുമായിട്ടും ഒക്കെ ടീച്ചർ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.